നിങ്ങളുടെ മനസ്സിൽ വല്ലാത്ത ദുഃഖം ഉണ്ടായിരിക്കുകയാണ്. തീർച്ചയായും ആ വിഷമം മാറാനാണ് നിങ്ങളുടെ പ്രാർത്ഥന. എന്നാൽ ആ വിഷമം മാറുകയാണ്, പ്രതിസന്ധി മാറുകയാണ്. അത് നിങ്ങൾക്ക് സന്തോഷിക്കാവുന്ന വക നൽകുകയാണ്. മനസ്സിലുള്ള പ്രതിസന്ധി തീർച്ചയായിട്ടും മാറും. ആ വ്യക്തിയെ ഓർത്തൊരു ഫയൽ തിരഞ്ഞെടുക്കുക. ബാക്കി പറയാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ പുലി ഫയലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. എല്ലാ കഴിവും ധൈര്യവും സാമർഥ്യവും ഒക്കെ നിങ്ങൾക്കുണ്ടായി, ഇപ്പോഴും ഉണ്ട്. പക്ഷേ ചില ദുഃഖങ്ങൾ നിങ്ങളെ വല്ലാതെ അകറ്റുന്നു, വല്ലാതെ നിങ്ങളെ പിടിച്ചു കുലുക്കുന്നുണ്ട്. ആ ദുഃഖങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ സഹിക്കാൻ കഴിയുന്നതല്ല. പറയുമ്പോൾ ധൈര്യമുള്ള വ്യക്തിയാണ്, കഴിവുണ്ട്, സാമർഥ്യമുണ്ട്, അധികാരമുണ്ട്, എല്ലാം ഉണ്ട്. മറ്റുള്ളവർ ആരാധിക്കുന്നുണ്ട്, ഭയക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ ജീവിതത്തിൽ നേരിട്ട ചില ദുഃഖങ്ങൾ, അതിൻ്റെ ദുഃഖം നിങ്ങൾക്ക് മാത്രമേ അറിയൂ. അതിൻ്റെ വിഷമങ്ങൾ നിങ്ങൾക്ക് മാത്രമേ അറിയൂ. അത് സഹിച്ചും ക്ഷമിച്ചും അല്ലെങ്കിൽ അത് അനുഭവിച്ചുമാണ് മുന്നോട്ട് പോകുന്നത്. ആരും ഈ ദുഃഖങ്ങളൊന്നും കൈകാര്യം ചെയ്യാനോ പങ്കുവെക്കാനോ ഇല്ലാത്തൊരവസ്ഥ. ഇഷ്ടപ്പെട്ടവരുണ്ട്, പക്ഷെ പലപ്പോഴും ഈ ഘട്ടത്തിൽ അത് തുറന്നു പറയാൻ നിങ്ങളും ആഗ്രഹിക്കുന്നില്ല. വല്ലാത്ത ഒരു വേദന, വല്ലാത്ത വേദനകൾ, ആ ദുഃഖങ്ങൾ മനസ്സിൽ സംഭാവന ചെയ്യുകയാണ്, സമ്മാനിക്കുകയാണ്. എങ്ങനെ ഇതിനെ മറികടക്കും? എങ്ങനെ ഈ ദുഃഖം മാറും? എന്നും ഈ ദുഃഖം സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ? എന്നും ഈ ദുഃഖത്തിൽ അലിഞ്ഞ് ജീവിച്ച് ജീവിതം ഇല്ലാതാകാൻ കഴിയുമോ? ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. മനസ്സിൻ്റെ ഉള്ളിൽ പലപ്പോഴും അകാരണമാണോ ആ ദുഃഖങ്ങളെന്ന് പോലും നിങ്ങൾ കരുതും. എല്ലാവരും സന്തോഷിക്കുന്നു, നിങ്ങളുടെ തണലിൽ സന്തോഷിക്കുന്ന ആളുകളുണ്ട്, നിങ്ങൾ നൽകുന്ന ധൈര്യത്തിൽ സന്തോഷിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ മനസ്സിൽ പലതും സഹിക്കാൻ കഴിയുന്നില്ല. ജീവിതം തനിക്ക് സമ്മാനിച്ചത് എന്നും ദുഃഖങ്ങളാണോ എന്ന് പോലും നിങ്ങൾ കരുതിപ്പോയി. പക്ഷേ ഭയപ്പെടാനില്ല. ആത്മവിശ്വാസം ഏറ്റവും നല്ല രീതിയിൽ തിരിച്ചു പിടിക്കുക. പോസിറ്റീവ് എനർജി, അതിനുള്ള ശക്തി നിങ്ങൾക്ക് നൽകും. തീർച്ചയായിട്ടും ആ പ്രതിസന്ധി, ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പ്രശ്നങ്ങൾ, നിങ്ങൾ വിചാരിക്കുന്ന പ്രതിസന്ധികൾ അതെല്ലാം മാറുകയാണ്. ഈ നിമിഷം മുതൽ അതിൻ്റെ അലയൊലികൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി നിങ്ങളെ ആർക്കും കമ്മിറ്റ്മെൻറ്റിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഇല്ലാത്ത ഉത്തരവാദിത്വം പറഞ്ഞൊന്നും ഭയപ്പെടുത്താൻ കഴിയില്ല. ഒന്നും ഭയപ്പെടുത്താത്ത പോകുന്ന നിങ്ങൾക്ക് ഇനി ഈ വിഷമവും മറികടക്കാൻ കഴിയും. തീർച്ചയായിട്ടും നിങ്ങൾ മറികടന്നിരിക്കും. അതിനുള്ള ശക്തിയുണ്ട്. ചില ആളുകൾ നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട്. അവരുടെ ഉദ്ദേശം നേരെ വരുന്ന ശത്രുക്കളെക്കാളും മോശമാണ്. അവർ നിങ്ങളെ ഭയപ്പെടുത്താൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. പക്ഷെ അതൊന്നും നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളുടെ മനസ്സിലത് ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കും, ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിലെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അവർക്ക് നിങ്ങളെ ഭയപ്പെടുത്താൻ സാധിക്കില്ല. കാരണം അവർ ഭയപ്പെടുത്തുന്നതിനേക്കാളൊക്കെ ഉയരത്തിൽ അല്ലെങ്കിൽ അതിൻ്റെക്കാളൊക്കെ ശക്തിയിൽ നിങ്ങൾ അതിനെ മറികടക്കുന്നതായിട്ട് കാണാം. അവർ തന്നെ ഭയപ്പെട്ടു പോകും. ഈ വ്യക്തിയെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു, ഇനി ഈ വ്യക്തിയെ ഭയപ്പെടുത്താൻ കഴിയില്ല എന്നുള്ള ബോധ്യത്താൽ അവർ തിരിച്ചു പോകുന്ന അവസ്ഥ നിങ്ങൾക്ക് കാണാൻ കഴിയും. വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് കഴിയുന്ന കാര്യങ്ങൾ ഇവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ആ വിഷമത്തെ നിങ്ങൾ മറികടക്കുക തന്നെ ചെയ്യും. എല്ലാവരോടും സൗമ്യമായി നിന്ന ഒരു പൈലാണ് രണ്ടാമത്തെ പൈല്. രണ്ടാമത്തെ പൈലുകാരുടെ സ്വഭാവം അത് തന്നെയാണ്. ഒന്നിനോടും വഴക്കടിക്കാതെയോ ഒന്നിനോട് ദേഷ്യപ്പെടാതെയോ സൗമ്യമായി മുന്നോട്ട് പോയി. ജീവിതത്തിൽ എല്ലാത്തിനോടും സമാധാനം പറഞ്ഞ ഒരു വ്യക്തി. ഹൃദയത്തിലൊന്നും താങ്ങാൻ കഴിയുന്നില്ല. ചെറിയ ദുഃഖങ്ങളാണ്, വിഷമങ്ങളാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്. ചെറുത്, വളരെ ചെറുത്. പലപ്പോഴും അത് നിങ്ങളെക്കുറിച്ച് മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി പോലും നിങ്ങൾ ദുഃഖം അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ആ ദുഃഖം നിങ്ങളുടേതായിട്ട് മാറ്റിവെക്കുകയാണ്. നിങ്ങൾക്ക് സത്യത്തിൽ ഒന്നും നേടണമെന്നോ വെട്ടിപ്പിടിക്കണമെന്നോ ജീവിതത്തിൽ ഇന്നത് കിട്ടിയേ തീരുമെന്നുള്ള വാശികളൊന്നുമില്ല. പക്ഷേ നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകളുടെ കൊച്ചു മോഹങ്ങൾ, അവരുടെ സന്തോഷങ്ങൾ, അവർക്കുണ്ടാകുന്ന പ്രതിസന്ധികൾ, അതെല്ലാം നിങ്ങളെ
ഭയപ്പെടുത്തുന്നുണ്ട്, നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ട്. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും മാറി ശക്തമായി സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയണം. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ സമ്മാനിക്കപ്പെട്ടു നിങ്ങൾക്ക് ജീവിതത്തിൽ പല കാര്യങ്ങളും പല സമയത്തും. അതിനെല്ലാം തരണം ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് എനർജിയുടെ അനുഗ്രഹത്താൽ അതിനെല്ലാം നിങ്ങൾ തരണം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന വിഷമം നിങ്ങൾ വല്ലാതെ അലോസരപ്പെടുത്തുന്നു. നിങ്ങളൊരു കാര്യം ചിന്തിക്കുക, നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയും. കാരണം നിങ്ങൾ ആരെയെങ്കിലും ഉപദ്രവിക്കുകയോ ആർക്കെങ്കിലും പ്രശ്നമുണ്ടാക്കുകയോ ആരെയെങ്കിലും വേദനിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തി ഒരു ബുദ്ധിമുട്ടും അക്കാര്യത്തിൽ ഉണ്ടാക്കുകയുമില്ല. നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധത പോലെ, നിങ്ങളുടെ മനസ്സിൻ്റെ നൈർമല്യം പോലെ അത് സമാധാനപരമായിട്ട് തന്നെ പോകും. ഭയപ്പെടാൻ നിങ്ങൾക്കില്ല എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാഗത്തൊരു തെറ്റുമില്ല. പോസിറ്റീവായിട്ടാണ് നിങ്ങളെപ്പോഴും പോകുന്നത്. നിങ്ങളുടെ വ്യക്തി, നിങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ടവർ, അവരുടെ ദുഃഖങ്ങൾ, അവരുടെ വിഷമങ്ങൾ, അതെല്ലാം എപ്പോഴും മനസ്സിൽ ഭാരം കയറ്റി വെച്ചിട്ടാണ് നിങ്ങൾ പോകുന്നത്. എല്ലാം നടക്കും. നിങ്ങളുടെ ആശങ്കകളും ദുഃഖങ്ങളും നിങ്ങൾ മറന്നേക്കുക. എല്ലാം പോസിറ്റീവ് എനർജിയിൽ അർപ്പിക്കുക. വെളുത്ത ആ ഒരു പ്രാവിനെ പോലെ നിങ്ങൾ അത്രയും പരിശുദ്ധമായ മനസ്സിനുടമയാണ്. ആരെയും ഉപദ്രവിക്കാനോ വളഞ്ഞ വഴിയിലൂടെ എന്തെങ്കിലും നേടാനോ ആളുകളെ ഇല്ലാതാക്കാനോ ഒന്നും നിങ്ങൾ ശ്രമിച്ചിട്ടില്ല. മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ മനസ്സിൻ്റെ നൈർമല്യത, ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് സമ്മാനിക്കപ്പെടും. മുകളിലൊരു ശക്തി ഉണ്ടെന്നുള്ള നിങ്ങളുടെ ഉറച്ച വിശ്വാസം ഈ വിഷമത്തിൻ്റെ കാര്യത്തിലും കൊണ്ടുവരിക. ആരെയും വഞ്ചിക്കാത്ത, ആരെയും ചതിക്കാത്ത, ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്ത നിങ്ങളെ സംബന്ധിച്ച് ഒരു നഷ്ടവും നിങ്ങൾക്ക് ഈശ്വരൻ വരുത്തില്ല. ഈശ്വരൻ്റെ പോസിറ്റീവ് എനർജി നിങ്ങളിലെപ്പോഴും വർഷിക്കപ്പെടുന്നതാണ്. ഒന്നിനെയും ഭയപ്പെടാതെ, ഒന്നിനെയും കണ്ട് വിഷമിക്കാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നിങ്ങൾക്ക് ഈശ്വരൻ നൽകുന്ന ആ വലിയ ശക്തി, വലിയ ശക്തിയുടെ പിൻബലം, അതെന്നും നിങ്ങൾക്ക് പ്രചോദനമാകും, നിങ്ങൾക്ക് സപ്പോർട്ടാകും. നിങ്ങളല്ലാതെ മറ്റാരും ഈ ജീവിതത്തിൽ ഇത്രയും സന്തോഷമായിട്ടിരിക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾക്ക് മറ്റുള്ളവരോടുള്ള സ്നേഹവും ആത്മാർത്ഥത കൂടുതൽ കൊണ്ട് മാത്രമാണ് നിങ്ങൾ ദുഃഖിക്കുന്നത്. നിങ്ങളുടേതല്ലാത്ത കാരണത്താൽ, മറ്റുള്ളവരെ ആത്മാർത്ഥമായി സ്നേഹിച്ചു പോയെന്നതിൻ്റെ കാരണത്താൽ മാത്രമാണ് നിങ്ങൾ ദുഃഖിക്കുന്നത്. വലിയ ശക്തി മുകളിലുണ്ട്. നിങ്ങളുടെ ഈ ദുഃഖം അത് നിങ്ങൾക്ക് അനുകൂലമായി, നിങ്ങൾ ഭയപ്പെടുന്നത് പോലെയല്ല, നിങ്ങൾക്ക് അനുകൂലമായി പോസിറ്റീവ് എനർജി കൊണ്ടുവരും. ധൈര്യമായി ഇരുന്നുള്ളൂ. കാരണം ഈശ്വരൻ സത്യമാണ്, വലിയ ശക്തിയാണ് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.